മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അന്ത്യവിശ്രമം കൊള്ളുന്ന പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലെ കല്ലറയിൽ ആളൊഴിഞ്ഞ സമയമില്ല. ഇവിടെ എത്തുന്നവർ പങ്കിടുന്നത് രാഷ്ട്രീയ മാനങ്ങൾക്കപ്പുറം പ്രാർത്ഥനാ നിർഭരമായ അന്തരീക്ഷമാണ്. പുതുപ്പള്ളി സെന്റ് ജോർജ് വലിയ പള്ളിയിൽ ഉമ്മൻചാണ്ടിക്ക് അന്ത്യവിശ്രമം ഒരുക്കിയത് പ്രത്യേക കല്ലറയിലായിരുന്നു. 40ാം ഓർമ്മദിനത്തോടെ കല്ലറയിലേക്കുള്ള സന്ദർശക പ്രവാഹത്തിന് സ്വാഭാവികമായ കുറവ് വരുമെന്നായിരുന്നു കണക്കുകൂട്ടൽ. എന്നാൽ ജനനായകൻ നിത്യവിശ്രമം കൊള്ളുന്ന ഇവിടം ഒരു തീർത്ഥാടന കേന്ദ്രമെന്ന തലത്തിലേക്ക് മാറിയിരിക്കുന്നു. ജാതിമത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പ്രാർത്ഥനാ നിർഭരമായ മനസ്സുമായി സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇങ്ങോട്ടേക്കെത്തുന്നു. നമ്മളിതിലെ എപ്പോൾ പോയാലും ഇവിടെ കയറിയൊന്ന് ഇതിലെ പോകത്തുള്ളൂ. ഏട്ടൻ പറഞ്ഞാൽ എന്നെ പിള്ളേരെന്നും പറയും, നമുക്ക് ഇവിടെ വരുമ്പോൾ ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടേ പോകത്തുള്ളൂ. ഇന്നും ഞങ്ങളിലൂടെ ജീവിക്കുന്നു ഉമ്മൻചാണ്ടി സാറ്. ഞങ്ങൾ മലപ്പുറത്തു നിന്നാണ് വരുന്നത്. മലപ്പുറം ജില്ലയിലെ പൊന്നാനി താലൂക്കിലെ ആലങ്കോട് പഞ്ചായത്തിലെ ചങ്ങരംകുളം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ വരുന്നത്. ഞങ്ങൾ സത്യത്തിൽ ഉമ്മൻചാണ്ടി സാറ് മരണപ്പെട്ടതിന് ശേഷം ഈ പ്രദേശം, ഈ പുതുപ്പള്ളി എന്ന് പറയുന്ന ഈ സ്ഥലവും ഇവിടെയൊക്കെ ഒന്ന് സന്ദർശിക്കണം എന്നുള്ളത് ഞങ്ങളൊരു ആഗ്രഹമായിരുന്നു. എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു മാതൃകയാണ്. കഴിഞ്ഞവർക്കും വരാനിരിക്കുന്ന തലമുറക്കും ഒരു മാതൃകയാക്കേണ്ട ഒരു ജീവിതമാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെത്. അത് ഞാൻ സത്യത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹിയും അതിൻ്റെ ബന്ധപ്പെട്ട പ്രവർത്തകനുമാണ്. പക്ഷേ ഒരു കോൺഗ്രസിൻ്റെ നേതാവ് ചിലപ്പോൾ ഇനി അദ്ദേഹത്തെ പോലെ ഒരാളെ ചിലപ്പോൾ ഇനി ഉണ്ടാവില്ല. ഉമ്മൻചാണ്ടി സാറ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് ഉമ്മൻചാണ്ടിയുടെ കല്ലറ ചർച്ചാ വിഷയമായിരുന്നു. അതൊരു പ്രചാരണ ആയുധമാണെന്ന നിരീക്ഷണവും ഉയർന്നിരുന്നു. എന്നാൽ ഉമ്മൻചാണ്ടിയുടെ മരണശേഷം ഒരു കൊല്ലം തികയുമ്പോഴും പ്രിയ നേതാവിനെ കണ്ട് സങ്കടം പറയാൻ ജനങ്ങളെത്തുന്നു. അവരെ ഒരിക്കലും മറന്നിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നു. എല്ലാവരുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും. കാരണം ഒരാളെ ഒരു നന്മ ചെയ്യുമ്പോൾ അത് മറക്കത്തില്ല എന്നുള്ളത് ഏറ്റവും വലിയ തെളിവാണ് ഈ ഒരു വർഷക്കാലം. ഇത്രയും ആളുകൾ എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഒരു ദേവാലയം പോലും സന്ദർശിച്ച് കാണുമോ ഈ ഒരു വർഷക്കാലം. അത്രയും ഈ ഒരു കല്ലറയിലേക്ക് ഉള്ള ആളുകളുടെ സ്നേഹം കാണുമ്പോൾ വാക്കുകളില്ല നന്ദി പറയുവാൻ. ജീവിച്ചിരുന്ന ആൾ അത്രയും ഉമ്മൻചാണ്ടി ജനസാഗരത്തിന് നടുവിലായിരുന്നു. ഇപ്പോൾ മരണശേഷവും ജനങ്ങൾ നിരന്തരമായി അദ്ദേഹത്തിൻ്റെ കബറിടത്തിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കബറിടത്തിൽ എഴുതി വച്ചിരിക്കുന്നത് ഈ മനുഷ്യൻ സത്യമായും നീതിമാനായിരുന്നു. ക്യാമറമാൻ CS ബൈജുവിനൊപ്പം ശ്രീജിത് നായർ, അമൃത ന്യൂസ്, കോട്ടയം.